നമസ്കാരം, എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ഡെയിലി ബുള്ളറ്റിനിലേക്ക്. നാളെ 2026 ജൂലൈ മാസം 11-ാം തീയതി ശനിയാഴ്ച. ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകളും നാളെയും തുടർന്നുള്ള ദിവസങ്ങളിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട, ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകൾ, അറിയിപ്പുകൾ എന്തൊക്കെയെന്നാണ് ഇന്നത്തെ ഡെയിലി ബുള്ളറ്റിൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. എല്ലാവരും പൂർണ്ണമായും ശ്രദ്ധിക്കുക. വീഡിയോ ലൈക്ക് ചെയ്യുവാനും വാർത്തകൾ എല്ലാവരിലേക്കും ഷെയർ ചെയ്യുവാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും മറക്കരുത്. ഏറ്റവും ആദ്യത്തെ പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്: സംസ്ഥാനത്ത് പച്ചക്കറി വില കുതിച്ചുയരുന്നു. നിത്യോപയോഗ സാധനങ്ങളുടെ വിലക്കയറ്റത്തിൽ ഇതിനകം തന്നെ പ്രതിസന്ധിയിലായ സാധാരണക്കാർക്ക് പച്ചക്കറിയുടെ ഈ വിലക്കയറ്റം ഇരട്ടി പ്രഹരമാണ് നൽകുന്നത്. ഉൽപാദന കേന്ദ്രങ്ങളിലുണ്ടായ കാലാവസ്ഥാ വ്യതിയാനമാണ് വില കൂടാൻ പ്രധാന കാരണം. കനത്ത മഴയെ തുടർന്ന് ഉൽപാദനം വലിയ തോതിൽ ഇടിഞ്ഞത് പെട്ടെന്നുള്ള വിലക്കയറ്റത്തിലേക്ക് നയിക്കുകയായിരുന്നു. ഇതിനൊപ്പം ഇന്ധനവില വർധനവും ചരക്കുകൂലി കൂടിയതും വിപണിയിൽ വില ഉയരാൻ ഇടയാക്കിയിട്ടുണ്ട്. വിലക്കയറ്റത്തിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്നത് ഇഞ്ചിയാണ്. കിലോഗ്രാമിന് 250 രൂപ വരെയാണ് ഇഞ്ചിയുടെ ഇപ്പോഴത്തെ വില. കനത്ത മഴയെ തുടർന്ന് മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് ഉൽപാദനത്തിൽ 75% കുറവാണ് ഇത്തവണ രേഖപ്പെടുത്തിയത്. സാധാരണയായി 1 ടൺ ഇഞ്ചി ലഭിക്കേണ്ട സ്ഥാനത്ത് നിലവിൽ തോട്ടങ്ങളിൽ നിന്നും വെറും 250 കിലോഗ്രാം മാത്രമാണ് ലഭിക്കുന്നതെന്ന് കർഷകർ പറയുന്നു. ഇഞ്ചിക്കൊപ്പം വെളുത്തുള്ളിക്കും വില വർദ്ധിച്ചിട്ടുണ്ട്. നിലവിൽ 180 മുതൽ 200 രൂപ വരെ നിരക്കിലാണ് വെളുത്തുള്ളി വിൽക്കുന്നത്. മറ്റ് പച്ചക്കറികളുടെ വില പരിശോധിച്ചാൽ ചില്ലറ വിൽപ്പന കേന്ദ്രങ്ങളിൽ ബീൻസിന് 90 രൂപ വരെയായി ഉയർന്നു. ക്യാരറ്റിന് 65 മുതൽ 75 രൂപ വരെയും ബീട്രൂട്ടിന് 48 മുതൽ 60 രൂപ വരെയുമാണ് വിപണിയിലെ വില. കോളിഫ്ലവർ 39 മുതൽ 56 രൂപ വരെയും ക്യാബേജ് 44 മുതൽ 56 രൂപ വരെയും വെണ്ടയ്ക്ക 35 മുതൽ 40 രൂപ വരെയും നൽകണം. സവാള വില 32 മുതൽ 35 രൂപയായി ഉയർന്നപ്പോൾ തക്കാളി വില കിലോഗ്രാമിന് 39 മുതൽ 42 രൂപയായി തുടരുകയാണ്. എന്നാൽ മൊത്ത വ്യാപാര നിരക്കിൽ തക്കാളി ബോക്സിന് 900 രൂപയോളമാണ് ഈടാക്കുന്നത്. പ്രദേശങ്ങൾക്കും മാർക്കറ്റുകൾക്കും അനുസരിച്ച് ഈ വിലകളിൽ നേരിയ വ്യത്യാസങ്ങൾ ഉണ്ടായേക്കാം. ഈ വിലക്കയറ്റം വരാനിരിക്കുന്ന ഓണക്കാലത്തെയും ബാധിക്കുമോ എന്ന ആശങ്കയിലാണ് മലയാളികൾ. ഓണത്തിന് ഇനി 1 മാസം മാത്രമാണ് ബാക്കി നിൽക്കുന്നത്. പച്ചക്കറികൾക്കൊപ്പം അരി ഉൾപ്പെടെയുള്ള മറ്റ് നിത്യോപയോഗ സാധനങ്ങളുടെ വിലയും ഒരുപോലെ ഉയരുന്നതിനാൽ ഇത്തവണ ഓണസദ്യ തയ്യാറാക്കുമ്പോൾ പോക്കറ്റ് കീറുമോ എന്ന ആശങ്കയിലാണ് പൊതുജനങ്ങൾ. അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്: ബാങ്കുകൾ ഉപഭോക്താക്കൾക്ക് റെഗുലേറ്ററി ആവശ്യങ്ങൾക്കും ഉപഭോക്തൃ ബോധവൽക്കരണത്തിനും പരസ്യങ്ങൾക്കുമായി അയക്കുന്ന SMS അലർട്ടുകൾക്ക് ഇനി മുതൽ യാതൊരു ചാർജും ഈടാക്കാൻ പാടില്ലെന്ന് RBI ഉത്തരവിട്ടു. നേരത്തെ ഇത്തരം സന്ദേശങ്ങൾക്കായി ബാങ്കുകൾ ഉപഭോക്താക്കളിൽ നിന്നും ഓരോ പാദത്തിലും 15 മുതൽ 18 രൂപ വരെ ഈടാക്കിയിരുന്നു. എന്നാൽ പുതിയ നിർദ്ദേശപ്രകാരം 500 രൂപയോ അതിൽ താഴെയോ ഉള്ള ചെറിയ ഇടപാടുകൾക്ക് നിർബന്ധമായി SMS അലർട്ടുകൾ അയക്കണമെന്ന വ്യവസ്ഥയും RBI ഒഴിവാക്കി. ഇതിനു പകരം വാട്സ്ആപ്പ്, ഇൻ-ആപ്പ് പുഷ് നോട്ടിഫിക്കേഷനുകൾ എന്നിവ ഉപയോഗിക്കാൻ അനുമതി നൽകിയത് ബാങ്കുകൾക്ക് തങ്ങളുടെ മെസ്സേജിംഗ് ചെലവ് കുറയ്ക്കാൻ സഹായിക്കും. എങ്കിലും HDFC, ICIC തുടങ്ങിയ പ്രമുഖ സ്വകാര്യ ബാങ്കുകൾ ഉപഭോക്തൃ സേവന നിലവാരം നിലനിർത്തുന്നതിനും തട്ടിപ്പുകൾ തടയുന്നതിനുമായി ചെറിയ ഇടപാടുകൾക്കും SMS അലർട്ടുകൾ തുടരാനാണ് സാധ്യത. ഈ പുതിയ ഉത്തരവോടെ രാജ്യത്തെ പ്രമുഖ ബാങ്കുകളുടെ ഫീസ് ഇനത്തിലുള്ള വാർഷിക വരുമാനത്തിൽ 300 കോടി രൂപയുടെ വരെ ഇടിവുണ്ടായേക്കുമെന്നാണ് സാമ്പത്തിക വിദഗ്ധരുടെ വിലയിരുത്തൽ. ഏകദേശം 5 കോടിയിലധികം അക്കൗണ്ട് ഉടമകളുള്ള ഒരു വലിയ ബാങ്കിന് മാത്രം പ്രതിവർഷം 360 കോടി രൂപയോളം വരുമാനം നഷ്ടം സഹിക്കേണ്ടി വന്നേക്കാം. SMS ചാർജ് ഈടാക്കാൻ കഴിയില്ലെങ്കിലും ഈ നഷ്ടം മറ്റു വഴികളിലൂടെ നികത്താൻ ബാങ്കുകൾ ശ്രമിച്ചേക്കുമെന്നും ഇതിനായി അക്കൗണ്ട് മെയിൻ്റനൻസ് ചാർജുകൾ വർദ്ധിപ്പിക്കുക, മിനിമം ബാലൻസ് പരിധി കൂട്ടുക, മറ്റ് ഇടപാടുകളുടെ ഫീസുകളിൽ നേരിയ വർധനവ് വരുത്തുക തുടങ്ങിയ മാർഗങ്ങൾ സ്വീകരിച്ചേക്കാമെന്നും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്: സംസ്ഥാനത്തെ കർഷകർക്കായി കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ സംയുക്തമായി നടപ്പിലാക്കുന്ന കാർഷിക യന്ത്രവൽക്കരണ ഉപപദ്ധതിക്ക് ജൂലൈ 15-ാം തീയതി രാവിലെ 11 മണിക്ക് തുടക്കം കുറിക്കുകയാണ്. ആദ്യം അപേക്ഷിക്കുന്നവർക്ക് ആദ്യം എന്ന മുൻഗണനാ ക്രമത്തിലായിരിക്കും ഇതിന്റെ ആനുകൂല്യങ്ങൾ ലഭിക്കുക. ഇലക്ട്രിക് മോട്ടോറുകൾ, മറ്റ് യന്ത്രവൽകൃത മോട്ടോറുകൾ, കൃഷി അനുബന്ധ മേഖലകളിൽ ഉപയോഗിക്കുന്ന വിവിധ ഉപകരണങ്ങൾ എന്നിവയെല്ലാം ഈ പദ്ധതിയിലൂടെ സബ്സിഡി നിരക്കിൽ സ്വന്തമാക്കാം. വിലയുടെ പകുതി തുക കർഷകൻ മുടക്കുമ്പോൾ ബാക്കി പകുതി തുക സർക്കാരാണ് സബ്സിഡിയായി നൽകുന്നത്. കർഷകർക്ക് ഏറെ പ്രയോജനപ്രദമായ ഈ പദ്ധതിയിലേക്ക് എത്രയും വേഗം അപേക്ഷിക്കാൻ ശ്രദ്ധിക്കുക. നിങ്ങൾ ഏതെങ്കിലും കാർഷിക സംഘത്തിലെ അംഗമാണെങ്കിൽ ഉപകരണങ്ങൾക്ക് വലിയ ശതമാനം വരെ സബ്സിഡി ലഭിക്കുന്ന പ്രത്യേക സ്കീമുകളും ഇതിലുണ്ട്. അതിനാൽ കൂടുതൽ വിവരങ്ങൾക്കായി നിങ്ങളുടെ അടുത്തുള്ള കൃഷിഭവനുമായി ബന്ധപ്പെടാം. കർഷകന്റെ ആധാർ കാർഡ്, ബാങ്ക് വിവരങ്ങൾ, ഫോട്ടോ എന്നിവയാണ് അപേക്ഷിക്കാൻ ആവശ്യമുള്ളത്. കാർഷിക യന്ത്രങ്ങൾ വിൽക്കുന്ന അംഗീകൃത സ്ഥാപനങ്ങൾ വഴി നമുക്ക് സൗജന്യമായി തന്നെ അപേക്ഷകൾ സമർപ്പിക്കാവുന്നതാണ്. എന്നാൽ ഉപകരണത്തിന്റെ കർഷക വിഹിതം കൃത്യമായി അടച്ചു വേണം രജിസ്റ്റർ ചെയ്യാൻ എന്ന കാര്യം പ്രത്യേകം ഓർക്കുക. അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്: BPL, AAY റേഷൻ കാർഡുകളിലുള്ള 18 ലക്ഷത്തോളം വരുന്ന ഗുണഭോക്താക്കൾക്കായി
വിഭാവനം ചെയ്ത വീട്ടമ്മ പെൻഷൻ പദ്ധതി താൽക്കാലികമായി മരവിപ്പിച്ചു. സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന ഗൃഹഭരണമുള്ള സ്ത്രീകൾക്ക് കൈത്താങ്ങാകേണ്ട ഈ പദ്ധതിയിൽ സാമ്പത്തിക ശേഷിയുള്ളവരും മറ്റ് ജോലിയുള്ളവരുമായ അനേകം അനർഹർ ഉൾപ്പെട്ടിട്ടുണ്ടെന്ന പരാതി ഉയർന്ന സാഹചര്യത്തിലാണ് നടപടി. മുഖ്യമന്ത്രി മുൻപ് വ്യക്തമാക്കിയത് പ്രകാരം പദ്ധതി ഇപ്പോൾ പൂർണ്ണമായ പഠന വിധേയമാക്കുകയാണ്. നിലവിൽ സർക്കാരിന്റെ 100 ദിന കർമ്മ പദ്ധതിയിൽ ഈ സ്കീം ഉൾപ്പെടുത്തിയിട്ടില്ലാത്തതിനാൽ അടുത്ത ഒരു അറിയിപ്പുണ്ടാകുന്നതുവരെ കുടിശ്ശികയോ തനത് മാസങ്ങളിലെ വിഹിതമോ വിതരണം ചെയ്യുന്നതല്ല. ഈ പദ്ധതിക്കായി നിലവിൽ ബജറ്റിൽ തുക വകയിരുത്തിയിട്ടുണ്ടെങ്കിലും കൃത്യമായ ഫീൽഡ് തല പരിശോധനകൾക്ക് ശേഷം മാത്രമേ പദ്ധതി തുടരണോ വേണ്ടയോ എന്ന് സർക്കാർ തീരുമാനിക്കൂ. അല്ലാത്തപക്ഷം ഈ തുക ജനക്ഷേമകരമായ മറ്റ് സ്കീമുകളിലേക്ക് മാറ്റുകയോ അല്ലെങ്കിൽ ലാപ്സായി പോവുകയോ ചെയ്യും. അർഹരായവരിലേക്ക് മാത്രം ആനുകൂല്യം എത്തിക്കാനുള്ള കർശനമായ മാനദണ്ഡങ്ങൾ തയ്യാറാക്കിയ ശേഷം മാത്രമായിരിക്കും ഇനി ഈ പദ്ധതിയുടെ തുടർന്നുള്ള പ്രവർത്തനം. അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്. സംസ്ഥാനത്തെ ലക്ഷക്കണക്കിന് ഗുണഭോക്താക്കൾ കാത്തിരിക്കുന്ന ജൂലൈ മാസത്തെ സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ വിതരണം ജൂലൈ 21 സർക്കാരിന്റെ കടമെടുപ്പ് പ്രക്രിയ പൂർത്തിയാകുന്നതോടെ ഉടനടി ആരംഭിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. പുതിയ ക്രമീകരണങ്ങൾ അനുസരിച്ച് ജൂലൈ 23 മുതൽ 25 വരെയുള്ള തീയതികളിൽ പെൻഷൻ തുക ഗുണഭോക്താക്കളുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് നേരിട്ട് നിക്ഷേപിക്കുന്നതും ബാങ്ക് അക്കൗണ്ട് ഇല്ലാത്തവർക്ക് ജൂലൈ 26, 27 തീയതികളിൽ തുക കൈകളിൽ നേരിട്ട് എത്തിച്ചു നൽകുന്നതുമാണ്. അടുത്ത മാസം 5-ാം തീയതിക്കുള്ളിൽ അർഹരായ എല്ലാവരുടെയും കൈകളിൽ തുക പൂർണ്ണമായും എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെ സർക്കാർ മുന്നോട്ട് പോകുമ്പോൾ തന്നെ മുടങ്ങിക്കിടക്കുന്ന സ്ത്രീ സുരക്ഷാ പെൻഷന്റെ കാര്യത്തിലും ഉടൻ അനുകൂലമായ ഒരു പ്രഖ്യാപനമുണ്ടാകും. ക്ഷേമ പെൻഷൻ സംവിധാനത്തിൽ സുതാര്യത ഉറപ്പാക്കാനായി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ നേതൃത്വത്തിൽ വീടുകളിൽ നേരിട്ടെത്തിയുള്ള ഫീൽഡ് തല പരിശോധനകൾ ഉടൻ ആരംഭിക്കുമെങ്കിലും നിലവിലുള്ള കടുത്ത മാനദണ്ഡങ്ങൾ പാവപ്പെട്ട ജനങ്ങൾക്ക് തിരിച്ചടിയാകുന്നത് തടയാൻ നിയമങ്ങളിൽ കാതലായ ഇളവുകൾ വരുത്തുമെന്ന് മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇതനുസരിച്ച് താമസിക്കുന്ന വീടുകളിൽ എയർ കണ്ടീഷണർ ഉള്ളതുകൊണ്ടോ ആധുനിക രീതിയിൽ ഫ്ലോറിംഗ് ചെയ്തതുകൊണ്ടോ മക്കൾക്കോ റേഷൻ കാർഡിലെ മറ്റംഗങ്ങൾക്കോ വരുമാനമുള്ളതുകൊണ്ടോ ഇനി ആരുടെയും പെൻഷൻ വെട്ടിക്കുറയ്ക്കുകയോ റദ്ദാക്കുകയോ ഇല്ലെന്നും ഈ പുതിയ നിയമ ഭേദഗതികൾ ഔദ്യോഗികമായി നിലവിൽ വന്നതിനു ശേഷം മാത്രമേ ഉദ്യോഗസ്ഥർ പരിശോധനകൾക്കായി വീടുകളിൽ എത്തുകയുള്ളൂ എന്നും അധികൃതർ വ്യക്തമാക്കുന്നു. നിലവിലെ സാമ്പത്തിക പ്രതിസന്ധികൾ മൂലം പെൻഷൻ തുക 3000 രൂപയായി ഉയർത്തുമെന്ന പ്രഖ്യാപനമുണ്ടെങ്കിലും അടുത്ത 5-6 മാസത്തേക്ക് അത് 2000 രൂപയായി തന്നെ തുടരുന്നതായിരിക്കും. തുക വർദ്ധിപ്പിക്കുന്ന കാര്യത്തിലുള്ള അന്തിമ തീരുമാനം 2027 ജനുവരിയിലോ ഫെബ്രുവരിയിലോ അവതരിപ്പിക്കുന്ന അടുത്ത സംസ്ഥാന ബജറ്റിൽ മാത്രമേ ഉണ്ടാകൂ. കൂടാതെ വാർഷിക വരുമാന പരിധി നിലവിൽ 1 ലക്ഷം രൂപയായി തുടരുന്നതിനാൽ ഗുണഭോക്താക്കൾ ഇപ്പോൾ പുതിയ വരുമാന സർട്ടിഫിക്കറ്റുകൾ ഒന്നും സമർപ്പിക്കേണ്ടതില്ലെന്നും സാധാരണയായി ജൂൺ മുതൽ ഓഗസ്റ്റ് വരെ നടക്കാറുള്ള വാർഷിക മസ്റ്ററിംഗ് തീയതികൾ സർക്കാരിന്റെ നയപരമായ തീരുമാനത്തിന് ശേഷമേ ഔദ്യോഗികമായി പ്രഖ്യാപിക്കുകയുള്ളൂ എന്നും അറിയിച്ചിട്ടുണ്ട്. അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്. റേഷൻ കാർഡ് APL നിന്നും BPL മാറ്റാൻ അർഹതയുള്ളവർക്ക് അപേക്ഷിക്കാനുള്ള അവസാന തീയതി ജൂലൈ 17 മുൻഗണനാ കാർഡിന് അർഹതയുണ്ടായിട്ടും ഇതുവരെ അപേക്ഷ സമർപ്പിക്കാത്തവർ എത്രയും വേഗം അടുത്തുള്ള അക്ഷയ കേന്ദ്രങ്ങൾ വഴിയോ കോമൺ സർവീസ് സെന്ററുകൾ വഴിയോ അപേക്ഷിക്കേണ്ടതാണ്. റേഷൻ കാർഡിൽ ഉൾപ്പെട്ടിട്ടുള്ള ആർക്കെങ്കിലും സർക്കാർ ജോലിയോ സർവീസ് പെൻഷനോ ഉണ്ടാകാൻ പാടില്ല. കുടുംബത്തിന്റെ പ്രതിമാസ വരുമാനം 25,000 രൂപയിൽ കൂടരുത്. വിദേശ ജോലിയുള്ളവർ ഉണ്ടാകരുത് എന്നിവയാണ് പ്രധാന സർക്കാർ മാനദണ്ഡങ്ങൾ. കൂടാതെ സ്വന്തമായി 1 ഏക്കറിലധികം സ്ഥലമോ 1000 സ്ക്വയർ ഫീറ്റിന് മുകളിൽ വിസ്തീർണമുള്ള വീടോ സ്വന്തമായി 4 ചക്ര വാഹനമോ ഉള്ളവർ BPL കാർഡിന് അർഹരല്ല. ഈ നിബന്ധനകളെല്ലാം കൃത്യമായി പാലിക്കുന്നവർക്ക് റേഷൻ കാർഡ്, വരുമാന സർട്ടിഫിക്കറ്റ്, BPL സർട്ടിഫിക്കറ്റ് കൂടാതെ പ്രസക്തമായ മെഡിക്കൽ ബോർഡ് സാക്ഷ്യപത്രങ്ങൾ എന്നിവ സഹിതം ജൂലൈ 17 അപേക്ഷകൾ സമർപ്പിക്കാവുന്നതാണ്. ഏറ്റവും അവസാനമായി സംസ്ഥാനത്ത് സ്വർണ്ണവില പരിശോധിച്ചാൽ സംസ്ഥാനത്ത് സ്വർണ്ണവിലയിൽ മാറ്റം തുടരുന്നു. 2026 ജൂലൈ 10 ഇന്ന് വെള്ളിയാഴ്ച 22 കാരറ്റ് സ്വർണ്ണത്തിന് ഗ്രാമിന് 35 രൂപ കൂടി 13,275 രൂപയും പവന് 280 രൂപ കൂടി 1,06,200 രൂപയിലുമാണ് വ്യാപാരം പുരോഗമിക്കുന്നത്. ഡെയിലി ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. എല്ലാവരിലേക്കും നിങ്ങൾ വാർത്തകൾ ഷെയർ ചെയ്യുക. യൂട്യൂബിൽ കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇൻസ്റ്റഗ്രാമിലും ഫേസ്ബുക്കിലും ഫോളോ ചെയ്യുക.